നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തി. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിയ അദ്ദേഹം അല്പസമയത്തിനകം വിമാനത്തിൽ നിന്നിറങ്ങി എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയിലെത്തിയ ശേഷം അവിടെ മന്ത്രി GR അനിൽ, മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ ചീഫ് സെക്രട്ടറി തുടങ്ങിയവരെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കും. അതിനുശേഷം അദ്ദേഹം അധികം വൈകാതെ തന്നെ 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്ക് പോകും. അവിടെ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ VSSCയുടെ ചില പുതിയ പദ്ധതികളും ഒക്കെ തന്നെ നാടിന് സമർപ്പിക്കും. ഒപ്പം ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന വൈമാനികരെ, ബഹിരാകാശ യാത്രികരെ അദ്ദേഹം പ്രഖ്യാപിക്കും. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJPയുടെ പ്രത്യേകമായ യോഗത്തിൽ പങ്കെടുക്കും. K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ഉച്ചയോടുകൂടി അദ്ദേഹം 2:45 അദ്ദേഹം കോയമ്പത്തൂർക്ക് പോകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇത് 3-ാം തവണയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടി ഇന്നിപ്പോൾ പദയാത്രയുടെ സമാപന സമ്മേളനം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20 ലോക്സഭാ മണ്ഡലങ്ങൾ, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊന്നും സ്ഥിരീകരണമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രാധാന്യത്തോടെ കാണുന്നത് VSSCയിലെ പ്രത്യേക ചടങ്ങും അവിടുത്തെ പദ്ധതികളുടെ ഉദ്ഘാടനവുമൊക്കെയാണ്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, മഹാരാഷ്ട്ര, അതുപോലെ കേരളം, ഈ 3 സംസ്ഥാനങ്ങളിലെ വിവിധ പദ്ധതികൾക്കാണ് ഈ വരവോടുകൂടി, തെക്കേ ഇന്ത്യയിലെ ഈ വരവോടുകൂടി പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം റോഡ് മാർഗം VSSCയിലേക്ക്, വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്ക് പോകും.